എസിന്റെ 3 സ്ട്രീമുകളിലും സംവരണം ഉറപ്പാക്കുമെന്ന് മന്ത്രി എ.കെ. ബാലൻ. ഇതിനായി ചട്ടം ഭേദഗതി ചെയ്യും. മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കക്കാർക്കുള്ള സംവരണം അടിയന്തരമായി നടപ്പാക്കും. എത്ര ശതമാനം വേണമെന്നും വരുമാന പരിധി എത്രയാകണമെന്നുമുള്ള കാര്യം LDF തീരുമാനിക്കുമെന്നും എ.കെ. ബാലൻ. 3 സ്ട്രീമിലും സംവരണം ഉണ്ടാവും. സംവരണത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല. അതിനാവശ്യമായിട്ടുള്ള ചട്ടത്തിൽ എന്തെങ്കിലും ഭേദഗതി വേണമെങ്കിൽ ഭേദഗതിയും വരുത്തും. അതായത് അറ്റ് എനി കോസ്റ്റ് സംവരണം കംപ്ലൈൻറ്റ് ചെയ്തിരിക്കും. അത് കാറ്റഗറിക്കലായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള സംവരണം. അപ്പോൾ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് അത് കൊണ്ടുവന്നത് ഒരു രാഷ്ട്രീയ ലാക്കാണ്. കേരള ഗവൺമെൻറ് ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിൽ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂളും KER ഭേദഗതി വരുത്തിയാൽ മാത്രം മതി. ചട്ടത്തിൻ്റെ ഭേദഗതി മാത്രം മതി. പക്ഷേ അവരുടെ മാനദണ്ഡം ആയിരിക്കില്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അടിസ്ഥാനപരമായി മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവനായിരിക്കും സംവരണം കൊടുക്കുക. ഇവിടെ അതിൽ പ്രശ്നമൊന്നുമില്ല. ഇൻകൺസിസ്റ്റൻസി ആയി വന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അതിനുള്ള എല്ലാ കോമ്പിറ്റൻസിയും ഉണ്ട്. RSS നടത്തിയ അയ്യപ്പ ഭക്ത സംഗമത്തിൽ അമൃതാനന്ദമായി പങ്കെടുക്കരുതായിരുന്നുവെന്ന് മന്ത്രി എ.കെ. ബാലൻ. അവിടെ നടന്നത് രാഷ്ട്രീയ പ്രേരിതമായ പ്രസംഗമായിരുന്നു. രാഷ്ട്രീയ വേദിയിൽ മൗനസാക്ഷിയാകേണ്ടി വന്നത് ഖേദകരമെന്നും എ.കെ. ബാലൻ. അത് മാത്രമല്ല, ആ സ്റ്റേജിൽ മന്ത്രിമാരെ എല്ലാം വിമർശിക്കുകയാണ് സന്യാസിമാർ. അത് അവരാലോചിക്കണം. മന്ത്രിമാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയാണ്. അമ്മ സാക്ഷിയുമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വേദിയിൽ എല്ലാവരുടെയും അമ്മയായ അമ്മ ഇങ്ങനെയുള്ള ഈ പരാമർശങ്ങൾ നടത്തുന്ന വേദിയിൽ പങ്കെടുക്കേണ്ടിയിരുന്നോ? അപ്പോഴെങ്കിലും അതൊരു രാഷ്ട്രീയമായ മോട്ടിവേഷൻ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് തോന്നേണ്ടതല്ലേ? മുഖ്യമന്ത്രി സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സവർണ ലോബികളാണ് ശബരിമല സമരം ആസൂത്രണം ചെയ്തത്. ശബരിമലയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ള അവസാന ശ്രമങ്ങളിലൊന്നായിരുന്നു അയ്യപ്പ ഭക്ത സംഗമമെന്നും വെള്ളാപ്പള്ളി. അതെല്ലാവരും സവർണ ലോബികൾ ചില ലോബികൾ പ്രത്യേകമായി കൂടി അവർ പ്രഖ്യാപിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം നാമജപത്തിനാണ്. ഇപ്പോഴും കുറേ ആളുകൾ തമ്പ്രാന്മാരും ഞങ്ങളെല്ലാം അടിയാന്മാരുമാണ് എന്ന ചിന്തയിൽ പ്രവർത്തിച്ചാൽ അതിനോട് സഹകരിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഒരു രാജാവ്, ഒരു ചങ്ങനാശ്ശേരി തന്ത്രി, ഈ 3 പേരും കൂടെ തീരുമാനിച്ചത്. ഈ സമരവുമായി അയ്യപ്പനെയും നാമജപവുമായിട്ട് നടന്നപ്പോൾ ഈ പറഞ്ഞ അവർണന ആയ ആളുകളെ എല്ലാം വിളിച്ചൊരു ആലോചിച്ചിട്ടാണ് തുടങ്ങിയത്. ഈ തുടങ്ങി 3 പേരെ കൊണ്ടല്ലേ തുടങ്ങിയത്. ആ തുടങ്ങി അത് മാർക്കറ്റ് ചെയ്ത് നോക്കി ആത്മീയത. അപ്പോൾ ആളിക്കത്തി. അപ്പോൾ എല്ലാം ചേർന്നു. അത് പിന്നെ രാഷ്ട്രീയവൽക്കരിച്ചു. ഇതൊക്കെ ശരിയാണോ? ഈ പൊതുജനം എന്നും കരുതുകയാണെന്ന് ആരും വിചാരിക്കരുത്. നിങ്ങളൊന്ന് ആലോചിക്കണം. കേരള ഗവൺമെന്റിന് ഒരു അപജയവും പറ്റില്ല ഈ വിഷയത്തിൽ. കുടിയേറ്റ കർഷകർക്ക് ആശ്വാസവുമായി ഇടുക്കി ജില്ലയിൽ ഇന്ന് പട്ടയമേള. കുട്ടിക്കാനം മരിയൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പട്ടയമേളയുടെ ഉദ്ഘാടനം നടന്നിരിക്കുന്നു. ഇപ്പോൾ പട്ടയത്തിന്റെ വിതരണം നടക്കുകയാണ്. വിവരങ്ങളുമായി സമീർ ചേരുകയാണ്. സമീർ, വിവരങ്ങൾ. ഭൂമിയുണ്ടെങ്കിലും കൈവശാവകാശ രേഖയില്ലാത്തതിനാൽ വലിയ പ്രതിസന്ധിയിലായിരുന്ന മലയോര കർഷകർക്ക് വലിയ ആശ്വാസമായിക്കൊണ്ടാണ് സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി കൂടി ഈ ഒരു പട്ടയമേള നടക്കുന്നത്. അർഹരായ മുഴുവൻ കൈവശക്കാർക്കും പട്ടയം ലഭ്യമാക്കുക എന്നുള്ള സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന ഈ ഒരു പട്ടയമേളയിൽ 6065 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. ഒപ്പം തന്നെ 179 വനാവകാശ രേഖകളും വിതരണം ചെയ്യുന്നുണ്ട്. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ മേള ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ വിതരണം പുരോഗമിക്കുകയാണ്. മന്ത്രി M.M. മണി അധ്യക്ഷനായിരുന്നു. പ്രധാനമായും മന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, പട്ടയ പ്രശ്നങ്ങൾ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് 29-ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. ഈ യോഗത്തിൽ വിശദമായിക്കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആവശ്യമായിട്ടുള്ള ഇതിന്റെ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കും എന്നുള്ള കാര്യം മന്ത്രി വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ വലിയ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്
നീലക്കുറിഞ്ഞി ദേശീയോദ്യാനത്തിന്റെ അതിർത്തി പുനർനിർണ്ണയം സംബന്ധിച്ച വിഷയങ്ങൾ. ഇക്കാര്യവും 29-ന് തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. ഉചിതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കും എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ മന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ UDF സർക്കാർ 5 വർഷം കൊണ്ട് ചെയ്തത് നൽകിയ പട്ടയം ഈ സമയത്തിനകം തന്നെ 1000 ദിവസം കൊണ്ട് തന്നെ ഇടത് സർക്കാരിന് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് മന്ത്രി അക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ പട്ടയമേള പുരോഗമിക്കുകയാണ്. ഇടത് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്ന ഇടുക്കി ജില്ലയിലെ 3ാമത്തെ പട്ടയമേളയാണിത്. ആദ്യ 2 ഘട്ടങ്ങളിലായിക്കൊണ്ട് 14,354 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തിരുന്നു. ഇന്ന് 6,065 കുടുംബങ്ങൾ കൂടിയാണ് പട്ടയം വിതരണം ചെയ്യുന്നത്. ശരി, ഇടുക്കി ജില്ലയിൽ ഇന്ന് പട്ടയ വിതരണം പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് സമീർ നൽകിയത്. ശബരിമലയിൽ തിരുപ്പതി മാതൃകയിൽ വികസനം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അസാധ്യമെന്ന് തോന്നിച്ച പല പദ്ധതികളും LDF സർക്കാർ യാഥാർത്ഥ്യമാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസന കാര്യത്തിൽ എതിർപ്പുകൾക്ക് വഴങ്ങില്ലെന്നും ധർമ്മടം മണ്ഡലത്തിൽ നടന്ന LDF കുടുംബസംഗമത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി തീർത്ഥാടകർ എത്തുന്ന ശബരിമലയുടെ വികസനത്തിന് മുന്തിയ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശബരിമലയിൽ വിമാനത്താവളം തുടങ്ങുന്നതിന് ആവശ്യമായ പ്രാരംഭ നടപടികളും ആരംഭിച്ചു. തിരുപ്പതി മാതൃകയിലുള്ള ശബരിമല വികസനമാണ് ലക്ഷ്യം. തീർത്ഥാടകർക്ക് ഒരു പരാതിയുമില്ല, വേറെ ചില പരാതികൾ വേറെയുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. തീർത്ഥാടകർക്ക് ഒരു പരാതിയുമില്ല. ശബരിമലയുടെ വികസനം വലിയ തോതിൽ ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കാൻ പോകുന്നത്. ഇപ്പോൾ തിരുപ്പതി മാതൃകയിൽ വലിയ തോതിലുള്ള വികസനം ശബരിമലയിൽ ഉറപ്പുവരുത്തും. ഇതോടൊപ്പം തന്നെ ശബരിമല തീർത്ഥാടകർക്കുള്ള ഇടത്താവള പദ്ധതി അത് ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയ ജലപാത, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, കൂടംകുളം വൈദ്യുതി ലൈൻ തുടങ്ങിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം, കൃഷി, കായികരംഗം, റെയിൽ ഗതാഗതം, ടൂറിസം തുടങ്ങി എല്ലാ മേഖലകളിലും സാമൂഹ്യനീതിയിൽ ഊന്നിയ സാർവത്രികമായ ക്ഷേമവും വികസനവുമാണ് സർക്കാർ നടപ്പാക്കിയത്. പ്രളയം വന്നത് കാരണമാണ് ചില വികസന പദ്ധതികൾ അല്പം വൈകിയത്. രാജ്യത്ത് ആദ്യമായി പ്രകടന പത്രികയിൽ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കിയെന്ന പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2 ദിവസങ്ങളിലായി ധർമ്മടം മണ്ഡലത്തിൽ 9 കുടുംബയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ ഉത്തർപ്രദേശിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ ശിവസേന തീരുമാനം. 25 സീറ്റുകളിൽ ശിവസേന ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു. ഉത്തർപ്രദേശിലെ BJP സഖ്യകക്ഷിയായ SBSPയെ ഒപ്പം നിർത്താനും ശിവസേന ശ്രമിക്കും. മഹാസഖ്യം BJPക്ക് തലവേദന സൃഷ്ടിക്കുന്നതിനിടെയാണ് BJPയുടെ തീവ്ര ഹിന്ദു വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാവുന്ന തീരുമാനം ശിവസേന പ്രഖ്യാപിച്ചത്. ഉത്തർപ്രദേശിൽ മഹാസഖ്യ പ്രഖ്യാപനത്തോടെ BJPയുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു തുടങ്ങിയിരുന്നു. ഇതിനിടെയാണ് കൂടുതൽ തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ശിവസേനയുടെ പുതിയ പ്രഖ്യാപനം. 25 സീറ്റുകളിൽ ഉത്തർപ്രദേശിൽ മത്സരിക്കുമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്താണ് പ്രഖ്യാപിച്ചത്. ലക്നൌവിലായിരുന്നു പ്രഖ്യാപനം. നേരത്തെ വിവിധ വിഷയങ്ങളിലെ BJP നിലപാടുകളിൽ പ്രതിഷേധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ശിവസേന തീരുമാനിച്ചിരുന്നു. ഉത്തർപ്രദേശിലെ BJP സഖ്യകക്ഷിയായ SBSPയെ കൂടെ കൂട്ടി മത്സരിക്കാൻ താൽപര്യമുണ്ടെന്നും സഞ്ജയ് റാവത്ത് വ്യക്തമാക്കി. പിന്നാക്ക സംവരണ വിഷയത്തിൽ BJPയുമായി ഇടഞ്ഞു നിൽക്കുകയാണ് SBSP. മുന്നണി വിടുമെന്ന് നേരത്തെ പാർട്ടി നേതാവ് ഓം പ്രകാശ് രാജ്ഭർ സൂചനകളും നൽകിയിരുന്നു. പ്രഖ്യാപനം പ്രാവർത്തികമായാൽ BJPക്ക് കടുത്ത തിരിച്ചടിയുണ്ടാകും. അയോധ്യ വിഷയത്തിൽ BJPയുടെ ഒളിച്ചുകളിയിൽ തീവ്ര ഹിന്ദു സംഘടനകൾക്ക് കടുത്ത അമർഷമുണ്ട്. എന്നാൽ ശിവസേനയാകട്ടെ ഉടൻ ക്ഷേത്രം വേണമെന്ന നിലപാടിലും. അതിനാൽ ശിവസേന മത്സരിക്കുകയാണെങ്കിൽ BJPയുടെ തീവ്ര ഹിന്ദു വോട്ടുകളിൽ വിള്ളലുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇതുകൂടാതെ SBSPയിലൂടെ BJPക്ക് ലഭിക്കുന്ന പിന്നാക്ക വോട്ടുകളും നഷ്ടമാകും. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി ശിവസേനയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ BJP ആരംഭിച്ചു. മഹാരാഷ്ട്രയിൽ സഖ്യത്തിനുള്ള സാധ്യതകൾ ഇപ്പോഴും തുറന്നുകിടക്കുകയാണെന്ന BJP വക്താവ് മാധവ് ഭണ്ഡാരിയുടെ പ്രസ്താവന അനുനയ ശ്രമങ്ങളുടെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. വോട്ടിംഗ് മെഷീൻ ക്രമക്കേടിനെ കുറിച്ചുള്ള ഹാക്കറുടെ വെളിപ്പെടുത്തലിനു പിന്നാലെ BJP നേതാവ് ഗോപിനാഥ് മുണ്ടയുടെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്ത്. മരണത്തെക്കുറിച്ച് റോ അന്വേഷിക്കണമെന്ന് അനന്തരവനും NCP നേതാവുമായ ധനന്യ മുണ്ടെ ആവശ്യപ്പെട്ടു. 2014 മോദി അധികാരത്തിലെത്തി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ദില്ലിയിൽ നടന്ന വാഹനാപകടത്തിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ഗോപിനാഥ് മുണ്ടെ കൊല്ലപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് 1 മാസം മാത്രമുള്ളപ്പോഴാണ് രാജ്യത്തെ ഞെട്ടിച്ച് വോട്ടിംഗ് മെഷീൻ ഹാക്കിംഗ് ആരോപണം ഉയർന്നിരിക്കുന്നത്.
2014 BJP അധികാരത്തിലെത്താൻ EVM ക്രമക്കേട് നടത്തിയെന്നാണ് അമേരിക്കയിൽ രാഷ്ട്രീയ അഭയം തേടിയ ഹൈദരാബാദ് സ്വദേശിയായ സയ്യിദ് ഷുജ എന്ന ഹാക്കറുടെ വെളിപ്പെടുത്തൽ. ഹാക്കിങ്ങിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് BJP മുതിർന്ന നേതാവും മോദി മന്ത്രിസഭയിൽ പഞ്ചായത്ത് രാജ് മന്ത്രിയുമായിരുന്ന ഗോപിനാഥ് മുണ്ടെ കൊല്ലപ്പെട്ടത്. ഹാക്കറുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഗോപിനാഥ് മുണ്ടയുടെ മരണം അന്വേഷിക്കണമെന്ന് അനന്തരവനും NCP നേതാവുമായ ധനഞ്ജയ് മുണ്ടെ ആവശ്യപ്പെട്ടു. റോയോ സുപ്രീം കോടതി ജസ്റ്റിസോ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം. 2014 മെയ് 26 പഞ്ചായത്ത് രാജ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മുണ്ടെ ഒരാഴ്ച കഴിഞ്ഞ് ജൂൺ 3 ദില്ലിയിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. പുലർച്ചെ വിമാനത്താവളത്തിലേക്ക് പോകും വഴി സിഗ്നൽ ലൈറ്റ് തെറ്റിച്ചെത്തിയ ഒരു ടാക്സി ഗോപിനാഥ് മുണ്ടെ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ വന്നിടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടം ആസൂത്രിതമാണെന്നും CBI അന്വേഷിക്കണമെന്നും മകളും അന്ന് മഹാരാഷ്ട്രയിൽ വനിതാ ശിശു മന്ത്രിയുമായിരുന്ന പങ്കജ് മുണ്ടെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ പരാതി പിൻവലിച്ച പങ്കജ മുണ്ടെ വിഷയത്തിൽ മൗനത്തിലായി. പിന്നീട് ഇവരെ ലോക്സഭയിലേക്ക് BJP വിജയിപ്പിക്കുകയും ചെയ്തു. EVM ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഗോപിനാഥ് മുണ്ടയുടെ മരണം അന്വേഷിക്കണമെന്ന് അനന്തരവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. മുണ്ടയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച NIA ഉദ്യോഗസ്ഥൻ തൻസിൽ അഹമ്മദും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരുന്നു. അതേസമയം EVM ക്രമക്കേട് കോൺഗ്രസിന്റെ നുണയെന്ന് അരുൺ ജെയ്റ്റ്ലി ആരോപിച്ചു. ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. VVPAT മെഷീനുകൾ എല്ലാ EVMകൾക്കൊപ്പം സ്ഥാപിച്ചു മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താവൂ എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. എന്നാൽ ഹാക്കർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. അട്ടിമറി ആരോപണം തള്ളുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കരിമണൽ ഖനനം നിർത്തണമെന്ന ആവശ്യത്തോട് യോജിക്കുന്നില്ലെന്ന് ഷിബു ബേബി ജോൺ. സേവ് ആലപ്പാട് എന്നതാണ് ആവശ്യമെങ്കിൽ യോജിക്കാം. പക്ഷേ കരിമണൽ ഖനനം നിർത്താൻ കഴിയില്ല. സമരത്തിനു പിന്നിൽ ബാഹ്യ ഇടപെടൽ. സമരം ചെയ്യുന്നവരുടെ സമ്പത്തിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് BMAS നേതാവ് പരിമണം ശശി ആരോപിച്ചു. 25 വർഷമായി ആലപ്പാട് തീരത്ത് ഖനനം മൂലം കര നഷ്ടപ്പെട്ടിട്ടില്ല. ആലപ്പാടിനേക്കാൾ കൂടുതലാണ് ഖനനമില്ലാത്ത തീരങ്ങളിൽ കടലാക്രമണം മൂലം കര നഷ്ടപ്പെടുന്നത്. 2000 കുടുംബങ്ങളാണ് കരിമണൽ ഖനനത്തിനായി ഭൂമി ആലപ്പാട് വിട്ടു നൽകി കാത്തിരിക്കുന്നത്. IRE പൂട്ടിച്ചു കിട്ടിയാൽ ആർക്കാണോ ലാഭം അവരാണ് സമരത്തിന് പിന്നിൽ. സീവാഷിംഗ് നിർത്തിയാൽ IREയും KML പൂട്ടും. സീവാഷിംഗ് മാത്രം കൊണ്ടാണ് KML പ്രവർത്തിക്കുന്നതെന്നും തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടി. വളരെ അതിശയോക്തിപരമായിട്ടുള്ള അവാസ്തവങ്ങളും പ്രചരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കരിമണൽ മേഖലയിലെ സമരത്തിന്റെ മുദ്രാവാക്യം സ്റ്റോപ്പ് മൈനിങ് സേവ് ആലപ്പാട്. സേവ് ആലപ്പാട് അല്ലെങ്കിൽ ആലപ്പാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെ ഖനനം നിർത്തലാക്കണമെന്ന് പറയുന്നതിന്റെ പിന്നിൽ ആ തീരുമാനത്തിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കും. ഒരു നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് കരിമണൽ വ്യവസായം ആരംഭിച്ചിട്ട് ഖനനം നടന്നു. ഇന്ന് ഈ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്, അതിന്മേൽ 25,000-ഓളം കുടുംബങ്ങൾ കഴിയുന്നത് ഈ വ്യവസായത്തെ ആസ്പദമാണ്. ഘടകകക്ഷികളുടെ ന്യായമായ ആവശ്യങ്ങൾ എപ്പോഴും പരിഗണിച്ചിട്ടുണ്ടെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ. കേരള കോൺഗ്രസ് 2 സീറ്റ് ചോദിച്ചതിനെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ സീറ്റ് വിഭജനം മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും ബെന്നി ബെഹനാൻ വ്യക്തമാക്കി. 29-ന് രാഹുൽ കേരളത്തിലെത്തും. അതിനുശേഷമായിരിക്കും ചർച്ചകൾ നടക്കുക. PC ജോർജിന്റെ അപേക്ഷ KPCC പരിഗണിക്കും. നിലവിലെ സാഹചര്യത്തിൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് മാണിക്ക് തന്നെയാണ് എന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. മുന്നണിയിൽ സീറ്റ് വിഭജനം ഒരു തർക്കമേ ഉണ്ടാകില്ല. പ്രാഥമികമായി നടന്ന ചർച്ചകളിൽ ചില അഭിപ്രായങ്ങൾ വന്നു എന്നതല്ലാതെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യവും കീഴ്വഴക്കവും അനുസരിച്ച് സീറ്റ് വിഭജനം നടക്കും. ഒരു പ്രശ്നവുമില്ലാതെ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം അടുത്ത 2 ആഴ്ചകളിൽ പൂർത്തീകരിക്കും. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആരുടെയും സീറ്റ് പിടിച്ചെടുക്കാനോ, മുന്നണിക്ക് അതൊരു പാരമ്പര്യമുണ്ട്. ഒരു പാർട്ടിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റുകൾ പിടിച്ചെടുക്കാൻ, സീറ്റുകൾ തട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അപ്രമാദിത്വം കാണിച്ച് ഏതെങ്കിലും സീറ്റുകൾ കൈക്കലാക്കാൻ ഇന്ന് വരെ ജനാധിപത്യ മുന്നണിയിൽ ഒരു പാരമ്പര്യം ഉണ്ടായിട്ടില്ല, കീഴ്വഴക്കം ഉണ്ടായില്ല. അതിന്റെ കീഴ്വഴക്കം അനുസരിച്ച് സമാധാനപരമായി ഈ സീറ്റ് വിഭജനം പൂർത്തീകരിക്കും.
നിലവിലുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പം അതിനെക്കുറിച്ച് ചർച്ച വന്നിട്ടില്ല, ഒരു ചർച്ചയും വന്നിട്ടില്ല. എന്തോ ഞങ്ങൾ ഒരു സീറ്റും വിട്ടുകിട്ടണമെന്ന് കോൺഗ്രസ് പറയുന്നില്ല. ഒരു സീറ്റും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ആവശ്യം. ഒരു സ്ഥലത്ത് വിട്ടുകൊടുക്കണേ വേറെ സ്ഥലത്ത് കിട്ടണമല്ലോ. അപ്പോൾ ഒരു സീറ്റിന് വേണ്ടിയിട്ടും ഞങ്ങൾ പിടിച്ചെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അങ്ങനെ ഒരു ഔദ്യോഗികമായ ചർച്ച തുടങ്ങിയിട്ടില്ല. ഔദ്യോഗികമായ ചർച്ച തുടങ്ങുന്നതിന് മുമ്പിട്ടുള്ള ചില ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്നും ഒരു ഔദ്യോഗികമായ ചർച്ചയുടെ ടേബിളിൽ വരുമ്പോൾ അതെല്ലാം പരിഹരിക്കപ്പെടും. നിലവിലുള്ള സീറ്റുകൾ അതുപോലെ തുടരാനാണോ ആഗ്രഹിക്കുന്നത്, അതോ വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും? വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഉഭയകക്ഷി ചർച്ച തുടങ്ങണമല്ലോ. ഉഭയകക്ഷി ചർച്ച തുടങ്ങിയിട്ടില്ല. ഉഭയകക്ഷി ചർച്ചയിലാണ് അങ്ങനെയുള്ള ആശയങ്ങൾ വരുന്നത്. അപ്പോൾ ആലോചിക്കും ഞങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്തപുരത്ത്. ഫെബ്രുവരി പകുതിയോടെ ആരംഭിക്കുന്ന ഇടതുമുന്നണി ജാഥയുടെ ഒരുക്കങ്ങൾ യോഗത്തിൽ ചർച്ചയ്ക്ക് ചെയ്യും. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന്റെ ഭാഗമായി മേഖലാ പാർട്ടി ക്ലാസുകൾ നടത്താൻ നിർവാഹക സമിതി യോഗം നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനൊപ്പം തുടർ പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്യും. ആലപ്പാട് ഖനന വിഷയത്തിൽ മുന്നണിക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കെ ഇതും എക്സിക്യൂട്ടീവിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരെ നൽകിയ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുന്നത് നീളും. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ സൌകര്യം നോക്കി കേസ് പരിഗണിക്കുന്ന തീയതി നിശ്ചയിക്കുമെന്നും ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ജനുവരി 30 വരെ അവധിയിലാണെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഹർജി ഭരണഘടനാ ബെഞ്ച് എപ്പോൾ പരിഗണിക്കുമെന്ന് അറിയാൻ വേണ്ടി അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറ ചീഫ് ജസ്റ്റിസിന് മുൻപാകെ മെൻഷൻ ചെയ്തപ്പോഴാണ് ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ സൌകര്യം അറിയാതെ തീയതി നൽകാൻ കഴിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ വിമാനയാത്ര സംബന്ധിച്ചുള്ള മാതൃഭൂമി വാർത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. 2017 മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ് 2018 മാതൃഭൂമി നുണവാർത്ത സൃഷ്ടിച്ചത്. പ്രളയത്തിന് ശേഷമുള്ള പുനർനിർമ്മാണത്തിന് പണമില്ലാതെ കേരളം നട്ടം തിരിയുമ്പോൾ മുഖ്യമന്ത്രി പ്രത്യേക വിമാനത്തിൽ മധുരയിൽ പോയതിന് 7.6 ലക്ഷം രൂപ ചെലവാക്കിയെന്നായിരുന്നു മാതൃഭൂമിയുടെ കണ്ടെത്തൽ. സ്വന്തമായി വിമാനമോ ഹെലികോപ്റ്ററോ സംസ്ഥാനത്തിന് ഇല്ലെന്നും അവശ്യ സന്ദർഭങ്ങളിൽ വിമാനം ഉപയോഗിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 2017 മധുരയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തതിനെയാണ് 2018 സംഭവിച്ച പ്രളയശേഷമുള്ള ധൂർത്തായി പത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രണ്ടാം വിമാനയാത്രയും വിവാദത്തിൽ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് നുണകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. പ്രളയശേഷം പണമില്ലാതെ സംസ്ഥാനം വലയുമ്പോൾ നവംബർ 6 മധുരയിൽ നടന്ന ദളിത് ശോഷൺ മുക്തി മഞ്ചിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി 7,60,000 രൂപ മുടക്കി പോയെന്നായിരുന്നു വാർത്ത. എന്നാൽ ഏതു വർഷമായിരുന്നു പരിപാടി എന്നത് വാർത്തയിൽ ബോധപൂർവം മറച്ചുവെക്കുകയാണ്. 2017 നവംബർ 6 ദളിത് ശോഷൺ മുക്തി മഞ്ചിന്റെ ദേശീയ സമ്മേളനം മധുരയിൽ നടന്നത്. മഹാപ്രളയം കേരളത്തിൽ സംഭവിച്ചത് 2018 പകുതിയോടെയും. കണക്കിലെ ഈ പൊരുത്തമില്ലായ്മ മറച്ചുവെച്ചുകൊണ്ടാണ് നുണപ്രചരണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. 2018 നവംബർ 6 കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിക്കായി നിർമ്മിച്ച ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അന്ന് നടന്ന പരിപാടിയെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രം ഇതിന് തെളിവുമാണ്. കഴിഞ്ഞ വർഷം CPM സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തെത്താൻ ദുരിതാശ്വാസ നിധിയിലെ പണം ചെലവാക്കി എന്ന നുണയും വാർത്തയിലുണ്ട്. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കുന്നുവെന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അപ്പോൾ തന്നെ അത് വിലക്കിക്കൊണ്ട് പൊതുഫണ്ടിൽ നിന്ന് പണം ഉപയോഗിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. ഈ വിവാദം ഉയർന്നു വന്ന സമയത്ത് തന്നെ പ്രചരണം നടത്തിയ മാധ്യമങ്ങൾ വ്യക്തമായ മറുപടി ലഭിച്ചതോടെ നിശബ്ദരാവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വർണ്ണാഭരണ വ്യവസായ മേഖലയിലെ കള്ളക്കടത്തും നികുതി വെട്ടിപ്പും തടയാൻ കർശന നടപടി വേണമെന്ന് ജ്വല്ലറി ഉടമകൾ. നികുതി നൽകിയുള്ള സ്വർണ്ണ വ്യാപാരം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ബോധവൽക്കരണം സംഘടിപ്പിക്കണം. ബില്ലില്ലാതെ ആഭരണങ്ങൾ വീട്ടിലെത്തിക്കുന്ന മാഫിയ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറും മലബാർ ഗ്രൂപ്പ് ചെയർമാനുമായ MP അഹമ്മദ് പറഞ്ഞു. സ്വർണ്ണ വ്യാപാര രംഗത്ത് ഞങ്ങളുടെ ഒരു മനസ്സിലാക്കിയതനുസരിച്ചിട്ട് 70 to 80% അൺഅക്കൗണ്ട് ബിസിനസ്സാണ് നടക്കുന്നത്, നികുതി വെട്ടിപ്പാണ്. ഇതിൻ്റെ പ്രധാന കാരണം കള്ളക്കടത്ത് സ്വർണം 10% ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. കസ്റ്റമേഴ്സിനടുത്ത് സംസാരിക്കും 3% GST ഒഴിവാക്കി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീടാന്തരം എത്തിക്കുന്ന ഒരു വലിയ മാഫിയകൾ കേരളത്തിൽ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും കുറേ ബംഗാളീസിനൊക്കെ വീട്ടിലിരുത്തി കള്ളക്കടത്തായിട്ട് വരുന്ന സ്വർണം പെട്ടെന്ന് സ്വർണ്ണാക്കി മാറ്റി ആഭരണമാക്കി മാറ്റി എത്തിക്കുക എന്നുള്ളതാണ്. ഇത് പരിശോധിച്ചിട്ട് ഒരു ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് ഉപഭോക്താവിനെ ബോധവൽക്കരിക്കുക. എന്നതിന് ശേഷവും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിശോധനകൾ ഉപഭോക്താവിൻ്റെ അടുത്ത് നടത്തുക.
താഴെ മുതൽ മേലെ വരെ ശക്തമായ പരിശോധന അതെല്ലാ ഏജൻസിയും ഉപയോഗപ്പെടുത്തുക. കള്ളക്കടത്ത് നല്ലൊരു ശതമാനം കുറയ്ക്കാൻ പറ്റും. പ്രവാസിയും ന്യൂയോർക്ക് സിറ്റി പബ്ലിക് വർക്ക്സ് ഡയറക്ടറുമായ ആൻഡ്രൂ പാപ്പച്ചന്റെ ഏറ്റവും പുതിയ പുസ്തകമായ സോഫിയുടെ പ്രകാശനം നടന്നു. തിരുവനന്തപുരം വിൻസർ രാജധാനി ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മുൻ അംബാസിഡർ TP ശ്രീനിവാസിൽ നിന്നും വേൾഡ് മലയാളി കൌൺസിൽ മുൻ ചെയർപേഴ്സൺ ലേഖ ശ്രീനിവാസൻ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. പ്രഭാത് ബുക്ക് ഹൌസാണ് പ്രസാധകർ. ചടങ്ങിൽ CPIM പോൾ ബ്യൂറോ അംഗം MA ബേബി, ഡോക്ടർ ബാബു പോൾ, പ്രഭാത് ബുക്ക് ഡയറക്ടർ M ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. 1973 അമേരിക്കയിലെ ജീവിതം ആരംഭിച്ച ആൻഡ്രൂ പാപ്പച്ചൻ കോട്ടയം കൊല്ലാട് സ്വദേശിയാണ്. രാജ്യതലസ്ഥാനത്തും ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും കനത്ത മഴ. കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച മഴ രാജ്യതലസ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ്. 5 ദിവസം ശക്തമായ മഴയും 2 ദിവസം മൂടൽമഞ്ഞും തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അതേസമയം മഴയും കാറ്റും എത്തിയതോടെ അന്തരീക്ഷ മലിനീകരണത്തിൽ തോത് കുറഞ്ഞു. ദില്ലി തണുത്തുവിറയ്ക്കുകയാണെങ്കിലും അന്തരീക്ഷ മലിനീകരണത്തിലെ തോത് കുറഞ്ഞത് ദില്ലി നിവാസികൾക്ക് ആശ്വാസകരമാണ്. അന്തരീക്ഷത്തിലെ നിഷിദ്ധകരണമായ PM 2.5 അളവ് ദില്ലിയിൽ മൊത്തത്തിൽ 220 PM-ഉം 10 അളവ് 369 കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ കാറ്റും മഴയും ശക്തമായത് വായു നിലവാരത്തിൽ മാറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 8:30 ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. ദില്ലിയിൽ 5 ദിവസം കൂടി മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡിസംബറിൽ തുടങ്ങിയ മൂടൽമഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരൂക്ഷമായിരുന്നു. ഇത് 2 ദിവസം കൂടി തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടിയോടുകൂടിയായ മഴയെ തുടർന്ന് ദില്ലിയിലെ പല റോഡുകളും വെള്ളത്തിനടിയിലാണ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ ഇത്രയും ദിവസം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയായിരുന്നു. എന്നാൽ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും അവസാനിക്കാത്തത് ആഘോഷത്തിന്റെ ഒരുക്കങ്ങളെ ബാധിച്ചു. മഴയും മൂടൽമഞ്ഞും കാരണം റെയിൽ വ്യോമ ഗതാഗത മാർഗങ്ങൾ ഭാഗികമായി തടസ്സപ്പെട്ടു. മൂടൽമഞ്ഞ് രൂപപ്പെട്ടതിനെ തുടർന്ന് ദില്ലിയിലെ പല പ്രദേശങ്ങളിലും രാവിലെ 200 മീറ്ററിനപ്പുറം കാഴ്ച വ്യക്തമല്ലായിരുന്നു. അതേസമയം ഉത്തരേന്ത്യയിൽ കൊടുംതണുപ്പിൽ മരിച്ചവരുടെ എണ്ണം 70 കഴിഞ്ഞു. UP-യിൽ പല മേഖലകളിലും 3 ഡിഗ്രി വരെയും ദില്ലിയിൽ 4 ഡിഗ്രി വരെയും താപനില ഈ സീസണിൽ രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കായിക വാർത്തകൾ. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കം. പരമ്പരയിൽ 5 ഏകദിനങ്ങളുണ്ട്. തുടർന്ന് 3 20-20 മത്സരങ്ങളും കളിക്കും. ഓസ്ട്രേലിയൻ ടീമിനെ അവരുടെ മണ്ണിൽ ടെസ്റ്റ് ഏകദിന പരമ്പരകളിൽ മുട്ടുകുത്തിച്ച ഇന്ത്യ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് കേരളത്തിലെത്തുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് ടീമുകളുടെ ഏകദിന പരമ്പരയ്ക്ക് തിരുവനന്തപുരം സ്പോർട്സ് ഹബിൽ നാളെ തുടക്കമാകും. 5 മത്സരങ്ങളുടെ പരമ്പരയാണ് ഉള്ളത്. ഇന്ന് ഇരു ടീമുകളും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തും.